കാസ്റ്റ് വേറെ, പിന്നെ ഭംഗി, നിറം, അങ്ങനെയൊക്കെ കുറെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാരും ഓരോരുത്തരുടെ ചിന്താഗതി. ഭംഗിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ നിറമുള്ള കുട്ടികൾ അങ്ങനെ വന്ന് പറയാറുണ്ട്. ഫേസ് ടു ഫേസ് ആരെങ്കിലും അല്ലാതെ പറയുന്ന ഒരു മൈൻഡ് ചെയ്യാറില്ല. കാരണം ഒന്നാമത് കമന്റ് ഇടുന്ന അക്കൗണ്ടിൽ ഒരു പ്രൊഫൈൽ പോലും ഉണ്ടാവില്ല. ചിലരൊക്കെ ചോദിക്കാൻ നിങ്ങളല്ലേ നിങ്ങളുടെ വീഡിയോയുടെ റീച്ച് കൂട്ടാൻ കമന്റ് ഇടണം. അങ്ങനെ കമന്റ് ഇട്ടിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും നേടാനില്ല. പിന്നെ ചില കമന്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോഴും കണ്ടാൽ ചിലപ്പോ വിഷമം തോന്നും. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം ചിലപ്പോ അവരാഗ്രഹിക്കുന്നത് അതായിരിക്കും. ഇതിലൊരു സുഖം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പറയുമ്പോ ഒരു ആത്മശാന്തി. ഏതെങ്കിലും ഒരു സോപ്പിന്റെ പരസ്യമോ ഫേസ് വാഷിന്റെ പരസ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്ര ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത്. ഭയങ്കര പ്രശ്നമാണ്. സൂസൈഡ് വരെ പോകും. ആൾ മൈൻഡ് അങ്ങനെയൊക്കെ പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ മാരേജ് ചെയ്യാൻ കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം ചോദിച്ചു. വേറെ മറുപടി പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനും കറുത്തത് അവളും കറുത്ത് പറയുമ്പോ ഇനിയിപ്പൊ എന്നെ കളിയാക്കുക പോലെ അവളെ എല്ലാരും കളിയാക്കുക എന്നുള്ളൊരു ഇത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്കിനി അടുത്തുണ്ടാവണം കുട്ടി എന്നെ പോലെ ഉണ്ടാവണം. അപ്പൊ ആൾക്കാർ എന്താ പറയാ എന്ന് എനിക്ക് അറിയണം. എല്ലാരും യുണീക്കാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു സാധനം ദൈവം കൊടുത്തിട്ടുണ്ട്. എനിക്കും ദൈവം തന്ന അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറയും ഒരു ലൈഫേ ഉള്ളൂ. അത് നമ്മള് ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കുക. അതിന് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആരും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മാർച്ച് 23 ഒരു രാവിലെ ആയപ്പോ എനിക്ക് ചെറിയൊരു പെയിൻ വന്നു. അപ്പൊ ഏട്ടൻ ഇവിടെ ഇല്ല. ഏട്ടൻ വർക്കിന് പോയി രാവിലെ. ഞാനും വലിയ ആളും മാത്രമേ ഉള്ളൂ. ചെവി പെയിൻ ഉണ്ട്. പക്ഷെ ഞാനും മോള് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ വേഗം എല്ലാം പാക്ക് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇന്ന് തന്നെ പോകേണ്ട വരും എന്നുള്ളത് മനസ്സിലായി. ഇവിടുന്ന് ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. എൻ്റെ അടുത്ത് വിളിക്കാൻ ഒരു ഓട്ടോക്കാരൻ്റെ നമ്പറും ഇല്ല. എന്നിട്ട് എങ്ങനെ പോകും? സാധനങ്ങളും എടുക്കണം, ഇവളെ എടുക്കണം. എന്നിട്ട് ഏട്ടൻ വന്നത് രാത്രി 10 മണിയായി. അതുവരെ ഞാൻ വേദന വെച്ചിട്ട് വീട്ടിൽ